നമസ്കാരം. 20th അവറാണ്. നിഗൂഢതകളിൽ 20 മണിക്കൂർ. ഈ ബാറിലുണ്ടായ തർക്കത്തിനൊടുവിൽ ഒരു യുവാവ് ക്രൂരമർദ്ദനത്തിനിരയായി മരിച്ചു വീണത് ദിവസങ്ങൾ മുമ്പാണ് തിരുവനന്തപുരം മുക്കോലയിൽ. ഈ ഒരു ബാറിലെ തർക്കത്തിന്റെ തുടർച്ചയെന്നോണം മറ്റൊരു യുവാവിനും ജീവൻ നഷ്ടമായി. അതും തിരുവനന്തപുരത്ത് തന്നെയാണ്. ഈ തിരുവനന്തപുരത്ത് ഇത്തരത്തിൽ മരണം സംഭവിച്ചത് എള്ളുവിള സ്വദേശി രാഹുൽ എന്ന ചെറുപ്പക്കാരനാണ്. അതും താക്കോലുകൊണ്ട് കുത്തേറ്റ്. വാർത്തയിലേക്ക് വിശദമായി എത്താം. സ്വാഗതം 20th അവർ. വാക്കു തർക്കത്തിനിടെ താക്കോൽ കൊണ്ട് കുത്തേറ്റ് യുവാവ് മരിച്ചു. ഒരാൾ കസ്റ്റഡിയിൽ, മറ്റൊരാൾക്കായി തെരച്ചിൽ. കൊലപാതകത്തിൽ കലാശിച്ചത് ബൈക്ക് വിറ്റതിലെ സാമ്പത്തിക ഇടപാടിനെ ചൊല്ലിയുള്ള തർക്കം. തിരുവനന്തപുരം എള്ളുവിള സ്വദേശി രാഹുലാണ് മരിച്ചത്. വ്യാഴാഴ്ച രാത്രി 11 മണിയോടുകൂടി കാട്ടാക്കട കിള്ളി രാജശ്രീ ഓഡിറ്റോറിയത്തിന് സമീപമായിരുന്നു ഈ സംഭവം. 2 ദിവസം മുൻപ് കാട്ടാക്കടയിലെ ബാറിലുണ്ടായ ഒരു സംഘർഷത്തിന്റെ തുടർച്ചയായിട്ടാണ് രാത്രി കിള്ളിയിലും ഈ രാഹുലും മറ്റൊരാളും തമ്മിലുള്ള തർക്കം തുടരുന്നത്. കയ്യാങ്കളി ഉണ്ടായി. ഇതിനിടയിലാണ് രാഹുലിന്റെ വാരിയലിന് സമീപത്തായി ഒരു താക്കോൽ കൊണ്ടുള്ള കുത്തേൽക്കുന്നത്. ആ കുത്തേറ്റ ശേഷവും അവിടെ രാഹുൽ തുടർന്നു. തന്നെ ആരോ കുത്തിയെന്ന് രാഹുൽ നാട്ടുകാരോട് പറയുകയും ചെയ്തു. പക്ഷേ ആ തർക്കം തുടർന്ന സാഹചര്യത്തിൽ ആരും അത്ര ശ്രദ്ധിച്ചില്ല. തുടർന്ന് ശ്വാസതടസ്സം ഉൾപ്പെടെ നേരിട്ടതോടുകൂടിയാണ് ഇയാളെ കാട്ടാക്കടയിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും എത്തിച്ചത്. പക്ഷേ ജീവൻ രക്ഷിക്കാൻ മാത്രം കഴിഞ്ഞില്ല. ഈ താക്കോൽ തുളച്ചു കയറി ആന്തരിക അവയവങ്ങൾക്ക് സാരമായി പരിക്കേറ്റതാണ് മരണകാരണം എന്നാണ് റിപ്പോർട്ട്. ആ ദൃശ്യങ്ങൾ കാണാം. തർക്കത്തിന്റെയും കയ്യാങ്കളിയുടെ. ഈ ആക്രമണം നടത്തിയ സംഘത്തിലുണ്ടായിരുന്ന പനയങ്കോട് സ്വദേശിയായിട്ടുള്ള യുവാവിനെ കാട്ടാക്കട പോലീസ് കസ്റ്റഡിയിലെടുത്തു. രാഹുൽ അജികുമാർ എന്നയാളാണ് പിടിയിലായത്. ഈ സംഭവത്തിൽ ഉൾപ്പെട്ട ഉസ്മാൻ എന്നയാൾക്കായി പോലീസ് തെരച്ചിൽ തുടങ്ങിയിട്ടുമുണ്ട്. യുവാവിനെ ഇതിൽ ആരാണ് കുത്തിയത് എന്ന് വ്യക്തമായി കാണാൻ കഴിയുന്നില്ല. പോലീസ് ആ CCTV ദൃശ്യങ്ങൾ സൂക്ഷ്മമായി പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ എന്താണെങ്കിലും അതിലൊരു വ്യക്തത വന്നിട്ടില്ല എന്നുള്ളത്. എന്നാലും ആ പ്രദേശത്തെ നാട്ടുകാർ, ആ കടയിലെ ചേട്ടനൊക്കെ ഓടിയെത്തിയാണ് ആ പ്രശ്നത്തിനൊരു പരിഹാരത്തിന് ശ്രമിച്ചത്. പക്ഷേ അപ്പോഴേക്കും അവിടെ കുത്തേറ്റിരുന്നു. ആ പ്രതികരണം ഒരു 10:30 മണി കഴിഞ്ഞപ്പോഴായിരിക്കും സംഭവം. ഞങ്ങൾ കട ഇങ്ങനെ കൊടുക്കാൻ വേണ്ടി നിന്നതാണ്. നിന്നപ്പോഴാ സമയത്താണ് ചീത്ത വിളിയും ബഹളമായിട്ടൊക്കെ ആൾക്കാരിങ്ങനെ കൂടി നിൽക്കുന്നത്. അപ്പോൾ ഇറങ്ങി നോക്കിയപ്പോഴാണ് അവർ തമ്മിൽ 2 കൂട്ടർ തമ്മിൽ, ഒരു പയ്യനുമുണ്ട്, കോട്ടപ്പുറത്തു നിന്നുള്ള 2-3 ആൾക്കാരും ഉണ്ട്. തമ്മിൽ വാക്ക് തർക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പിടിച്ചു കളയുകയും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തത്. പിന്നെ ഇതിൻ്റെ ഇടയിൽ ആണ് ആ ഒരു പയ്യന് ആ കുത്തു കൊണ്ടതായിട്ട് ഷർട്ട് ഊരിയപ്പോഴാണ് അത് വ്യക്തമായിട്ടൊരു ചെറിയൊരു ഹോൾ പോലെ ബ്ലഡ് വന്നുകൊണ്ടിരുന്ന ഒരു പയ്യൻ. അങ്ങനെ ബ്ലഡ് വന്നുകൊണ്ട് നിന്നെങ്കിൽ അവൻ മറ്റുള്ളവരോട് വഴക്കുണ്ടാക്കി തന്നെ ഇറങ്ങി വീഴ എടുക്കുകയും ചെയ്തില്ല. അങ്ങനെ തന്നെയാണ് നിന്നത്. കുറേ നിന്നപ്പോഴാണ് അവന് ബുദ്ധിമുട്ട് തോന്നിയ ഒരു കൂട്ടുകാരൻ്റെ ബൈക്കിൽ കയറി പോകുന്നത്. പക്ഷെ കുത്ത് എവിടെ വെച്ചാണ് സംഭവിച്ചതെന്ന് വ്യക്തമായി നമ്മളൊന്നും കണ്ടില്ല. ഞാനും വൈഫും ഉണ്ടായിരുന്നു. നമ്മൾ ഇറങ്ങി പിടിച്ചു മാറ്റാനൊക്കെ ശ്രമിച്ചു, നടന്നില്ല. ആ എന്താണ് പ്രശ്നമെന്ന് പോലും നമുക്ക് അറിഞ്ഞുകൂടായിരുന്നു. പിന്നീടാണ് ഈ പെണ്ണ് കേസാണ് അങ്ങനെ ഇങ്ങനെയൊക്കെ ഓരോരുത്തർ പറയുന്നത്. അവർ അറിയാന്നുള്ള ആൾക്കാരെയാണ് കംപ്ലീറ്റ് ഇവിടെ ഉണ്ടായിരുന്നത്. അല്ല കുത്തിയായിരുന്നു വ്യക്തമല്ല. ഈ ശ്രീകുട്ടൻ എന്ന ആൾക്ക് രാഹുൽ അവന്റെ ബൈക്ക് വിറ്റിരുന്നു. 10,000 രൂപയ്ക്കാണ് ആ വിൽപ്പന ഉറപ്പിച്ചത്. ഇതിൽ 6,000 രൂപ മാത്രമാണ് കിട്ടിയത്. ബാക്കിയുള്ള 4,000 രൂപ ലഭിക്കാനായി ശ്രീകുട്ടനെ ഫോണിൽ വിളിച്ചു. ശ്രീകുട്ടന്റെ സഹോദരിയാണ് ഫോൺ എടുത്തത്.
ഈ സഹോദരിയോട് രാഹുൽ അജികുമാർ മോശമായി സംസാരിച്ചു. ഈ വിവരം ശ്രീകുട്ടൻ അവന്റെ സഹോദരി രാഹുലിനോട് പറയുകയും ചെയ്തു. അങ്ങനെ ഇതറിഞ്ഞ രാഹുൽ അജികുമാറുമായും സുഹൃത്ത് ഉസ്മാനുമായും സംസാരിക്കാനെത്തി. ഇതിനിടെയാണ് ഈ കയ്യാങ്കളിയും സംഘർഷവും ഒക്കെ ഉണ്ടാവുന്നത്. ഇതിനിടയിൽ താക്കോൽ കൂട്ടം കൊണ്ടുള്ള കുത്ത് രാഹുലിനേൽക്കുകയും ചെയ്തു. ഈ താക്കോൽ കൂട്ടത്തിനിടയിൽ ഒരു പേനാക്കത്തി ഉണ്ടോ എന്നുള്ള സംശയവും പോലീസിനുണ്ട്. എന്നാണെങ്കിലും അതിലും പരിശോധന നടക്കേണ്ടതുണ്ട്. ആന്തരിക രക്തസ്രാവത്തെ തുടർന്നാണ് മരണം സംഭവിച്ചത് എന്ന് മാത്രമാണ് നിലവിൽ പറയാൻ കഴിയുന്നത്. ഏറ്റവും ദാരുണമായിട്ടുള്ള സംഭവം ആ യുവാവിന് വളരെ പെട്ടെന്നുള്ള ഒരു പ്രകോപനത്തിലുണ്ടായ തർക്കം, അതിനിടയിൽ ഒരു കുത്തേൽക്കുന്നു, താക്കോൽ കൊണ്ട് ജീവനഷ്ടമാകുന്ന സാഹചര്യമാണ്. നേരത്തെ ആശുപത്രിയിൽ എത്തിച്ചിരുന്നുവെങ്കിൽ ഒരു പക്ഷേ അവൻ ഇന്ന് ജീവനോടുണ്ടാകുമായിരുന്നു. മൂന്ന് വയസ്സുകാരിക്ക് അങ്കണവാടി ടീച്ചറുടെ ക്രൂരമർദ്ദനം. അതിക്രമം അങ്കണവാടിയിൽ വെച്ച് ഉടുപ്പിൽ മൂത്രമൊഴിച്ചു എന്നാരോപിച്ച് അധ്യാപികയ്ക്കെതിരെ അന്വേഷണം. തിരുവനന്തപുരം കാറ്റാണിയിലുള്ള അങ്കണവാടിയിലെ ടീച്ചർക്കെതിരെയാണ് പരാതി. ഈ മാസം 21-നാണ് ഈ ക്രൂരമർദ്ദനം നടക്കുന്നത്. അങ്കണവാടിയിൽ നിന്നും വീട്ടിലെത്തിയ ആ പിഞ്ചോമന അമ്മയോട് പറയുകയാണ് ടീച്ചർ തന്നെ ക്രൂരമായി അടിച്ചുവെന്ന്. എന്നെ അടിച്ചു എന്ന് പറയുകയാണ് അമ്മയോട്. പക്ഷെ ആദ്യം ഈ അമ്മ ഗൗരവമായിട്ട് കാര്യങ്ങൾ എടുത്തില്ല. ആ കുട്ടി വെറുതെ വഴക്ക് പറഞ്ഞതിനൊക്കെ അടിച്ചു എന്ന് പറയുന്നതായിരിക്കും എന്നുള്ളതായിരുന്നു കരുതിയത്. പക്ഷേ പിന്നീട് ആ കുട്ടിയെ കുളിപ്പിക്കുന്ന സമയത്താണ് കാലിൽ അടികൊണ്ട് പാടുള്ളതും ആ കാലിൽ നീര് പറ്റിയതും ആ കുട്ടിയുടെ അമ്മ കാണുന്നത്. കുട്ടിയുടെ കാലിൽ ഈ ചൂരൽ കൊണ്ട് അടിച്ചതിന്റെ പാട് വളരെ വ്യക്തമായി കാണാൻ കഴിയുമായിരുന്നു അന്ന്. സാർ, അത് 21-ാം തീയതി മോളെ ഞങ്ങൾ അംഗൻവാടിയിൽ വിട്ടിട്ടുണ്ടായിരുന്നു. കുഞ്ഞിനെ കൊണ്ട് ചേർത്തപ്പോഴേ പറഞ്ഞ കാര്യമാണ് യൂറിൻ പാസ് ചെയ്യണം എന്ന് പറയുന്നതിന് മുന്നേ പുള്ളിക്കാരിക്ക് യൂറിൻ വരും എന്നുള്ളത്. അപ്പോൾ അന്ന് മോള് ഇട്ടിരുന്ന പാൻറ്റിൽ കൂടി യൂറിൻ പാസ് ചെയ്തു. അത് പറഞ്ഞിട്ട് ടീച്ചർ വലിയ ചൂരലെടുത്ത് എൻ്റെ കുഞ്ഞിൻ്റെ തുടയുടെ മുകളിൽ, അത് മുട്ടിൻ്റെ മുകളിൽ വലിയ ഫോഴ്സിന് അടിച്ചു കൊടുക്കുക ചെയ്തത്. അപ്പോൾ കുഞ്ഞ് അംഗൻവാടി വിട്ടിട്ട് വന്ന് എന്നോട് ഈ കാര്യം പറഞ്ഞായിരുന്നു. പക്ഷേ സുഖമില്ലാതെ കിടന്നതുകൊണ്ട് അപ്പോൾ എനിക്കത് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. വൈകുന്നേരം ഒരു 6 മണിയൊക്കെ ആ മോള് തന്നെ വന്ന് പറഞ്ഞു, അമ്മ ടീച്ചർ എന്നെ അടിച്ചു, ഇച്ചി ഒഴിച്ചതിന് ടീച്ചർ എന്നെ ചൂരലെടുത്ത് അടിച്ചു എന്നാണ് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞത്. അപ്പോൾ എല്ലാ ദിവസവും അംഗൻവാടി പോയിട്ട് വന്നിട്ട് അമ്മ ടീച്ചർ അടിച്ചു എന്ന് പറയും. അപ്പം ആദ്യമൊക്കെ നിസ്സാരമായിട്ട് ചിലപ്പോൾ വഴക്ക് പറഞ്ഞതിനായിരിക്കണം അടിച്ചതെന്ന് പറയുന്നതാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അന്നത്തെ ദിവസം കുളിപ്പിക്കാൻ പിടിച്ചപ്പോഴത്തേനും കാലിന് മുട്ടിൻ്റെ മുകളിൽ നല്ല തരത്തിൽ നീലിപ്പ്, സാറിന് ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അത്രയും നല്ല നീലിപ്പുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഞാൻ ഫോൺ വിളിച്ചു ടീച്ചറെ, പക്ഷേ ഫോൺ എടുത്തില്ല. അപ്പോൾ ഹസ്ബൻഡ് അമ്മ ആശാ വർക്കറാണ്. അപ്പോൾ പുള്ളിക്കാരി വന്നപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മ കുഞ്ഞിൻ്റെ കാല് നോക്ക്, അടിച്ച് പൊട്ടിച്ച് വെച്ചേക്കുവാണെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു എന്നെ ഉച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞത് മോൾ ആഹാരം കഴിക്കാത്തതിന് ഒരടി കൊടുത്തു എന്നേ പറഞ്ഞുള്ളൂ. പിന്നെ അത് പോരാഞ്ഞിട്ട് കുഞ്ഞിനെ അടിച്ചതിനൊരു സോപ്പിടലായിട്ട് 3 പാക്കറ്റ് അമൃതം പൊടി ഞാൻ വിട്ടോട്ടെ എന്നൊക്കെ ചോദിച്ചു. ആ ശരിയെന്ന് വെച്ചാൽ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അമ്മ അപ്പം തന്നെ വിളിച്ചിട്ട് ചോദിച്ചു, നീ എൻ്റെ അടുത്ത് പറഞ്ഞ കുഞ്ഞിന് ചെറിയൊരു അടി കൊടുത്തെന്നല്ലേ പറഞ്ഞത്, പക്ഷെ ഇതിപ്പോൾ എന്തോ കാണിച്ചു വെച്ചേക്കെന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു ഞാൻ അടിച്ചിട്ടില്ല എന്ന് ആദ്യം പറഞ്ഞു. പിന്നെ പറഞ്ഞു അടി കൊടുത്തത് കയ്യിലാണെന്ന് പറഞ്ഞു. പക്ഷേ പുള്ളിക്കാരി ഡിനേ ചെയ്യുന്നതേ ഉള്ളൂ, അങ്ങനെ ചെയ്തിട്ടില്ല, അടിച്ചിട്ടില്ല എന്ന്. അവസാനം ചോദിച്ചു വന്നപ്പോൾ അമ്മേനെ വളരെ മോശമായിട്ട് തിരിച്ച് മറുപടി പറയാ ചെയ്തത്. ഞങ്ങൾ വേറൊന്നും സംസാരിച്ചിട്ടില്ല. പുള്ളിക്കാരി തിരിച്ച് മോശമായിട്ട് മറുപടി പറഞ്ഞു. വലിയ ചൂടല് അല്ല, വ്യക്തിക്കൊണ്ടാണ് വലിച്ചൂര ആക്കാരും കഴിക്കാത്തക്കണ്ട് കഴിച്ച് അല്ല കാലിൽ ചുമല് അടി കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു. എന്നിട്ട് അതുപോലെ ഈ രക്ഷകർത്താക്കളുടെ പരാതിയിൽ നിന്നാണെങ്കിലും പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്.
പരാതി നൽകിയത് അറിഞ്ഞ ടീച്ചർ മറ്റൊരു കളിക്ക് ശ്രമിച്ചു. ഒരു കള്ളക്കഥ തന്നെയാൻ. അതായത് ഈ കുട്ടിയുടെ കൂടെയുള്ള മറ്റു കുട്ടികളുടെ അമ്മമാരെ വിളിച്ച് ഒരു ഇല്ലാത്ത കഥയുണ്ടാക്കി. പക്ഷെ അതും പൊളിഞ്ഞു. എന്നാലും 3 വയസ്സുകാരി കൂടെയുള്ള കുട്ടികളെ തുടരെ അടിച്ചപ്പോൾ ആ കുട്ടികളാണ് ആ കുഞ്ഞിനെ മർദ്ദിച്ചതെന്നായിരുന്നു ആ ടീച്ചർ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചത്. ഇതറിഞ്ഞിട്ട് ഈ അംഗൻവാടി ടീച്ചർ എൻ്റെ മോളുടെ കൂടെ അന്ന് 2 കുട്ടികളും കൂടി ഉണ്ടായിരുന്നു. മൊത്തം 5 കുട്ടികൾ. അന്ന് 3 പിള്ളേരെ പോയിട്ടുള്ളൂ. ഒന്ന് എൻ്റെ കുഞ്ഞും ബാക്കി 2 കുട്ടികളും. അതിലൊരു കുട്ടീൻ്റെ അമ്മേനെ വിളിച്ചിട്ട് പറഞ്ഞു 2 മണിക്കൂർ എൻ്റെ മോളെ 2 കുട്ടികളെ, എൻ്റെ മോൾക്ക് 3 വയസ്സ്, കൂടെയുള്ള 2 കുട്ടികൾക്ക് 4 വയസ്സ്, ഈ കുട്ടികളെ നിർത്താതെ അടിച്ചത് സഖി കെട്ടിട്ട്, 3 വയസ്സുള്ള കുട്ടി നിർത്താതെ ഈ 2 കുട്ടികളെ 2 മണിക്കൂർ അടിച്ചത് സഖി കെട്ടിട്ട് അതിലൊരു കുട്ടി, അതായത് ഈ ഏത് കുട്ടിയുടെ അമ്മേനെയാണോ വിളിച്ചത് ആ കുട്ടി ചൂരലെടുത്ത് അടിച്ചതാണെന്ന് പറയണം, നീ എന്നെ അങ്ങനെ പറഞ്ഞ് സഹായിക്കണം. ആ കുട്ടി, ഈ ടീച്ചർ ആ കുട്ടിയുടെ പാരന്റിനെ വിളിച്ച് പറഞ്ഞതാ. അങ്ങനെ പാരന്റ് വോയിസ് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരിയാണ് വോയിസ് അയച്ചു തന്നിട്ട് പറഞ്ഞത്, ഇങ്ങനെയാണ് ഇപ്പൊ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എന്റെ കുട്ടിയുടെ മുകളിൽ കുറ്റം ചുമത്താനാണ് നോക്കുന്നതെന്നാണ് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. നേരത്തെയും ഈ അധ്യാപികക്കെതിരെ പരാതികൾ, ആരോപണങ്ങൾ ഒപ്പം ഈ അംഗനവാടിക്കെതിരെയും ഉണ്ടായിട്ടുണ്ട് എന്നാണ് ആ അമ്മയും ആ കുഞ്ഞിന്റെ അമ്മൂമ്മയും പറയുന്നത്. അതുകൂടി പരാതി ഉണ്ടായിരുന്നു. മുന്നേ മലമുകൾ അംഗൻവാടിയിൽ എങ്ങാണ്ടോ ആയിരുന്നു. അവിടെ നിന്നും ഇതുപോലെ ഏതോ കുട്ടീനെ ഉപദ്രവിച്ചു. അത് കാരണം ഇങ്ങോട്ട് ട്രാൻസ്ഫർ കിട്ടി, പണിഷ്മെന്റ് ട്രാൻസ്ഫർ കിട്ടി വന്നതാന്നാ പറയുന്നത്. പിന്നെ ഇതേ സെയിം അംഗൻവാടിയിൽ വേറെ ഒരു കുഞ്ഞിനെ ദേഹോപദ്രവം ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ഇവിടുത്തെ നാട്ടുകാരും എൻ്റെ അമ്മ ഉൾപ്പെടെ ആശാ വർക്കറും പാർട്ടിക്കാരെല്ലാം കൂടി ചേർന്ന് ഇടപെട്ട് അത് വലിയ ഇഷ്യൂ ആക്കാണ്ട് പോയി. ഇവിടെ കുഞ്ഞുങ്ങൾ ആരും ടോയ്ലറ്റിൽ പോകത്തില്ല, മോശം പാസ് ചെയ്യത്തില്ല എന്നൊക്കെയാ പറയുന്നത്. പേടിച്ചിട്ട് കുട്ടികൾ പറയുന്നത്, കുട്ടികളെ 3:30 അംഗൻവാടി വിടും, 3:30 ആകുമ്പോൾ പാരന്റ്സ് വരുമ്പോൾ കുട്ടികൾ ഓടും വീട്ടിലേക്ക്. എന്ന് നീ എന്താ അംഗൻവാടി പോയി മോശം പാസ് ചെയ്യുന്ന പാരന്റ്സ് ചോദിച്ചാൽ പറയുന്നത് ടീച്ചർ അടിക്കും, ടീച്ചർ വഴക്ക് പറയും എന്നാണ് പറയുന്നത്. പിന്നെ അതുപോലെ കുട്ടികൾ മോശം പാസ് ചെയ്താൽ കുട്ടികളെ കൊണ്ട് തന്നെ വാഷ് ചെയ്യിപ്പിക്കുക. ഇപ്പൊ അംഗൻവാടിയിൽ ഒരാഴ്ചയായിട്ട് എന്തോ ആയയില്ല, പുള്ളിക്കാരിയുടെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്ന ഫുഡാണ് ടീച്ചർ കുട്ടികൾക്ക് കൊടുത്തോണ്ടിരിക്കുന്നത്. ഇങ്ങനെയൊക്കെയാണ് അവിടെ കാണിക്കുന്നത്. കുട്ടികൾക്ക് ഈ അംഗൻവാടി ടീച്ചർ എന്ന് പറയുന്നത് പേടിയാണ്. ഇപ്പോൾ ഇതുപോലെ സമാനമായ ഒരു അനുഭവം ഇവിടെ എൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്തുനിന്ന് തന്നെ ആ കുട്ടിയെ ഇതുപോലെ അടിച്ചു. അപ്പോൾ പിന്നെ അവർ ഇതുപോലെ പരാതിയായിട്ട് പോകാൻ പോയപ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ളവർ ഇടപെട്ടിട്ട് അവരുടെ അടുത്ത് പറഞ്ഞു, ഒരു അബദ്ധം പറ്റിപ്പോയില്ലേ നമുക്കൊന്ന്, അങ്ങനെ അവരങ്ങനെ പറഞ്ഞാൽ അതിൻ്റെ ഇളയ കുഞ്ഞിനെ ഇപ്പം കിലോമീറ്റർ ദൂരമുള്ള അംഗൻവാടിയിലാണ് വിടുന്നത്. ആ കുഞ്ഞിൻ്റെ ഇളയാളിനെ ഈ അംഗൻവാടി വിടാതെ കിലോമീറ്റർ ദൂരമുള്ള അംഗൻവാടിയിൽ വിടുന്നുണ്ട്. ഇതുപോലെ ഞാൻ അംഗൻവാടിയായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളായതുകൊണ്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം. പക്ഷേ ഞാനിപ്പോൾ അത് പറഞ്ഞു, എൻ്റെ കുഞ്ഞിന് സംഭവിച്ചത് ഇനി ഒരിക്കലും ഒരു കുഞ്ഞിന് സംഭവിക്കരുത്. നമ്മൾ ടീച്ചറിനെയൊക്കെ വിശ്വസിച്ചിട്ടാണ് കുഞ്ഞിനെ കൊണ്ട് അവിടെ ഏൽപ്പിക്കുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങളെ ഈ രീതിയിലാക്കിയിട്ട് പിന്നെ കുഞ്ഞിൻ്റെ പേരിലായി ഇപ്പം കുറ്റമൊത്തം. ഈ 3 വയസ്സായ കുട്ടി ആരെ എടുത്തിട്ട് എങ്ങനെ അടിക്കാനാണ്? ആ അംഗൻവാടി വരുന്ന മക്കളെ എനിക്ക് നല്ല അറിയാവുന്ന കുട്ടികളാണ്. ആ കുട്ടികൾ ആരെയും കൊണ്ടടിക്കുന്ന കുട്ടികൾ, അതായത് ഉപദ്രവിക്കുന്ന കുട്ടികളല്ല. എൻ്റെ മോള് ഉപദ്രവിക്കില്ല. ഈ അംഗനവാടിയിലെ കുട്ടികൾക്ക് ആ അധ്യാപികയെ പേടിയാണ് എന്നാണ് പറയുന്നത്. അതായത് അവരുടെ ഏറ്റവും ആദ്യ പഠന കളരിയാണ്, അല്ലെങ്കിൽ ആദ്യ വേദിയാണ് അംഗനവാടികൾ എന്ന് പറയുന്നത്. അംഗനവാടികളിൽ അവർ പോകുന്നത് അധ്യാപികയെ ഭയപ്പെട്ടുകൊണ്ടാണെങ്കിൽ അവർ മുന്നോട്ടുള്ള ക്ലാസ്സുകളിലേക്ക്, സ്കൂളുകളിലേക്ക് പോകുമ്പോൾ അവരുടെ മാനസിക നില എന്തായിരിക്കും? എന്താണെങ്കിലും വനിതാ ശിശുക്ഷേമ വകുപ്പും പോലീസും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് നേരെ എങ്ങനെയാണ് ഇത്തരത്തിൽ ക്രൂരമായി വടിയോങ്ങാൻ കഴിയുക എന്നുള്ളതാണ് അമ്പരപ്പിക്കുന്നത്. കൈകൊട്ടിക്കളിയുടെ മറവിൽ ലൈംഗിക അതിക്രമം. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ വീട്ടിലെത്തിച്ച് പീഡിപ്പിച്ചു. ഒത്താശ ചെയ്തതോ ആ പ്രതിയുടെ അമ്മ. കൊല്ലം പുനലൂരിലാണ്
കൈകൊട്ടിക്കളിയുടെ മറവിലാണ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ വീട്ടിലെത്തിച്ച് അയാൾ പീഡിപ്പിച്ചത്. പ്രതിയെയും പീഡനത്തിന് ഒത്താശ ചെയ്ത അയാളുടെ അമ്മയെയും പോലീസ് അറസ്റ്റ് ചെയ്തു. പുനലൂർ സ്വദേശി ചിക്കുരാജ്, അമ്മ മിനി എന്നിവരാണ് പിടിയിലായത്. ഈ സ്കൂളിലെ കൗൺസിലിംഗിലാണ് ഞെട്ടിക്കുന്ന ഈ വിവരങ്ങൾ പുറത്തേക്ക് വന്നത് എന്നാണ് പോലീസ് പറയുന്നത്. ഇയാൾ ഒളിവിലായിരുന്നു ഈ പ്രതി ചിക്കുരാജ്. അതിവിദഗ്ധമായിട്ടുള്ള അന്വേഷണത്തിനൊടുവിലാണ് അയാളെ പിടികൂടാൻ കഴിഞ്ഞതെന്നാണ് പോലീസ് പറയുന്നത്. ഈ പീഡനത്തിന് ഒത്താശ ചെയ്തത് രണ്ടാം പ്രതിയായിട്ടുള്ള ചിക്കുരാജിന്റെ അമ്മ മിനി. ഈ അമ്മ മിനിയെ നേരത്തെ തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു. കൈകൊട്ടിക്കളി സംഘത്തിലെ അംഗമാണ് ആ പെൺകുട്ടി. ആ കൈകൊട്ടിക്കളി സംഘത്തിന്റെ ഗ്രൂപ്പ് കോർഡിനേറ്ററാണ് ഈ ചിക്കുരാജിന്റെ അമ്മയായിട്ടുള്ള മിനി. അങ്ങനെ മിനിയുടെ മകൻ ചിക്കുരാജ് പുനലൂരിലെ വീട്ടിലെത്തിച്ച് ആ സംഘത്തിലെ അംഗമായിട്ടുള്ള പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്നാണ് പരാതി. 2025 നവംബറിലായിരുന്നു കേസിനാസ്പദമായിട്ടുള്ള സംഭവം നടക്കുന്നത്. വിവരം പറഞ്ഞ ഈ പ്രതിയുടെ അമ്മ മിനി കുട്ടിയുടെ വാടക വീട്ടിലെത്തി മാതാപിതാക്കളെ ഭീഷണിപ്പെടുത്തി എന്നും ആ പോലീസിന് ലഭിച്ച പരാതിയിലുണ്ട്. സംഭവം പുറത്തു പറഞ്ഞു പോകരുത് എന്നുള്ളതായിരുന്നു ഭീഷണി. ഈ കുട്ടിയുടെ പെരുമാറ്റത്തിൽ വന്ന മാറ്റങ്ങൾ, ആ മാറ്റങ്ങൾ സ്കൂൾ അധികൃതരുടെ അധ്യാപകരുടെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ടതോടുകൂടി ഒരു കൗൺസിലിംഗ് നടത്തി. ആ കൗൺസിലിംഗിലാണ് ഈ പീഡന വിവരം പുറം ലോകം അറിയുന്നത്. അങ്ങനെ ചൈൽഡ് ലൈൻ മുഖേന പുനലൂർ പോലീസിനെ കാര്യങ്ങൾ ധരിപ്പിച്ചു. പോലീസ് എത്തി കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി. ഈ പ്രതികൾക്കെതിരെ പോക്സോ കേസ് ചുമത്തിയിട്ടുണ്ട്. ബാലാവകാശ സംരക്ഷണ നിയമം, പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമം എന്നിവ പ്രകാരം കേസെടുത്തിട്ടുണ്ടെന്ന് പുനലൂർ ASP അപർണ IPS പറഞ്ഞു. പെൺകുട്ടീനെ പീഡിപ്പിച്ചതിലേക്ക് എടുത്ത കേസാണ്. ഈ കേസിൽ 2 പ്രതികളാണ് ഉണ്ടായിരുന്നത്. ചിക്കുരാജ് എന്നുള്ള പ്രതിയാണ് A1, A2 അവരുടെ അമ്മയായിട്ടുള്ള മിനി ആയിരുന്നു. നമ്മൾ 1-ാം തീയതി തന്നെ ഈ മിനിനെ അറസ്റ്റ് ചെയ്യുകയും റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ സമയം കൊണ്ട് തന്നെ ചിക്കുരാജ് ഒളിവിൽ പോവുമായിരുന്നു. ഇയാള് അന്വേഷണത്തിൽ ഉത്തരേന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും പോയിട്ടുള്ളതായിട്ടും പല സഹായികളുടെയും കൂടെ താമസിച്ചതായിട്ടും അറിയൽ കിട്ടി. അതിനുശേഷം നമ്മൾ ഫോളോ ചെയ്തിട്ട് കഴിഞ്ഞ ദിവസം ചെന്നൈയിൽ നിന്ന് കഴിഞ്ഞ ദിവസം പകലാണ് ഇയാളെ നമ്മളെ ഒരു പോലീസ് ടീം പോയിട്ട് കണ്ടുപിടിച്ച് കൂട്ടിക്കൊണ്ടുവരുന്നത്. ഇന്ന് രാവിലെ നമ്മൾ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കി 14 ദിവസത്തേക്ക് റിമാൻഡിലായിട്ടുണ്ട്. അവരും കൈകൊട്ടിക്കളി സംഘത്തിന്റെ ആൾക്കാരാണ്. ഈ മിനി ആയാലും അതുപോലെ ഈ ചിക്കുരാജ് ആയാലും. അപ്പൊ അവര് അതിന്റെ ഒരു ഇതിൽ ആണ് ഈ കുട്ടിയെ പരിചയപ്പെടുന്നതും അതുപോലെ കൂട്ടിക്കൊണ്ടുപോയി തെറ്റിദ്ധരിപ്പിച്ച് ഇങ്ങനെ പീഡിപ്പിക്കും. കുട്ടിയെ ഇയാള് തെറ്റിദ്ധരിപ്പിച്ച് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട് ലൈംഗിക പീഡനം നടത്തുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഈ സംഭവത്തിന് ശേഷം ഈ പ്രതി ചിക്കുരാജ് ഒളിവിൽ പോവുകയായിരുന്നു. ഇതര സംസ്ഥാനങ്ങളിലേക്ക് ഇയാൾ കടന്നു എന്നുള്ള സൂചനയെ തുടർന്ന് പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചു. അങ്ങനെ ആ അന്വേഷണത്തിനൊടുവിലാണ് ചെന്നൈയിൽ നിന്നും ഇയാളെ പിടികൂടുന്നത്. കോടതിയിൽ ഹാജരാക്കിയ ചിക്കുരാജിനെ റിമാൻഡ് ചെയ്തു. വർക്കല ടൂറിസ്റ്റുകൾക്ക് വളരെ പ്രിയപ്പെട്ട സ്ഥലമാണ്. പക്ഷേ അവിടുത്തെ ചില സാമൂഹ്യ വിരുദ്ധരായിട്ടുള്ള ആളുകൾ തന്നെ അതിൻ്റെ പേര് കളഞ്ഞു കുടിക്കുകയാണ്. വിദേശികൾ നേരിട്ട ദുരനുഭവം അവർ തന്നെ പങ്കുവയ്ക്കും. ഇടവേളയ്ക്ക് ശേഷം. വിദേശികൾ സഞ്ചരിച്ച കാറിനു നേരെ ആക്രമണം. ഹെലിപാഡിലെ ടാക്സി ഡ്രൈവർമാർക്കെതിരെ പരാതി. ദുരനുഭവം പങ്കുവച്ച് വിദേശ വനിതകൾ. വർക്കലയിൽ വിദേശ വനിതകളെ സവാരിക്ക് കൊണ്ടുപോകുന്നതിനിടെയാണ് ടാക്സി ഡ്രൈവറെ ആക്രമിക്കുകയും ആ വാഹനത്തിന് കേടുപാടുകൾ വരുത്തുകയും ചെയ്തു എന്നുള്ള പരാതി ഉയരുന്നത്. വർക്കല ചെമ്മരുതി സ്വദേശി സെൻ സുരേഷ് ഓടിച്ചിരുന്ന ടാക്സി കാറാണ് ആക്രമിക്കപ്പെട്ടത്. ആക്രമിച്ചതാരാവട്ടെ അത് വർക്കല ഹെലിപാഡ് കേന്ദ്രീകരിച്ച് സർവീസ് നടത്തുന്ന ടാക്സി ഡ്രൈവർമാർ തന്നെയെന്നാണ് ആ പരാതിയിൽ പറയുന്നത്.
കഴിഞ്ഞ ദിവസം ഹെലിപ്പാഡ് പ്രദേശത്ത് നിന്നും ആലപ്പുഴയിലേക്ക് പോകാനായി ഈ വിദേശ വനിതകൾ ടാക്സി ബുക്ക് ചെയ്തിരുന്നു. അങ്ങനെ ഈ ടാക്സി ഡ്രൈവർ അവിടെ എത്തി ഈ വിദേശ വനിതകളെ വാഹനത്തിൽ കയറ്റിയതിനു പിന്നാലെയാണ് ഒരു സംഘമെത്തി ആ വാഹനം തടഞ്ഞത്. പിന്നാലെ ഡ്രൈവറെ വല്ലാതെ അസഭ്യം പറഞ്ഞു. യാത്ര പോകാൻ അനുവദിക്കില്ല എന്ന് അവർ വാശി പിടിച്ചു, ഭീഷണിപ്പെടുത്തി എന്നൊക്കെയാണ് ആ പരാതിയിൽ പറയുന്നത്. 3-ാം തീയതി ഞാൻ ഇതേണക്ക് ഫോറിനേഴ്സ് എന്നെ വിളിച്ചിട്ട് ഞാൻ ഹെലിപ്പാഡിൽ ചെന്നിട്ട് ഗസ്റ്റിനെ പിക്ക് ചെയ്തപ്പം ഇതേ കണക്ക് അവിടെയുള്ള കുറേ ടാക്സി ഡ്രൈവർമാർ വന്ന് എൻ്റെ അടുത്ത് നിന്ന് എടുക്കാൻ പറ്റത്തില്ല. ഗസ്റ്റ് എന്നെ ഡയറക്റ്റ് വിളിച്ചിട്ടാണ് ഞാൻ പോയത്. ഹോട്ടലിനടുത്ത് നിന്നപ്പോഴത്തേക്ക് അവർ പിക്കപ്പിന് വിളിച്ചു. അപ്പം ഞാൻ അവിടെ ചെന്നപ്പോൾ ഇത് എടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പുള്ളിയൊക്കെ പറഞ്ഞു എന്നെ ഗസ്റ്റ് വിളിച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. അപ്പം അതല്ല ഇതിൻ്റെ പ്രശ്നം. അവരെൻ്റെ വണ്ടിയിൽ അള്ളു വെക്കുകയും ആലപ്പുഴ പോണ റൂട്ടിൽ ഈ ഗസ്റ്റിനെ എടുത്തുകൊണ്ട് ആലപ്പുഴയാണ് പോകാനുള്ളത്. ആലപ്പുഴ പോണ റൂട്ടിൽ ഈ അള്ളു വെച്ചത് കൊണ്ട് 3 പോയിന്റ് പൊത്ത് കയറിയപ്പോഴത്തേക്ക് ടയർ അടിച്ച് പോയി വണ്ടി വഴിയിൽ കട്ടൗട്ട് ചെയ്ത് വണ്ടി പോയി. ഗസ്റ്റ് എല്ലാം പേടിച്ചിരുന്നു. ഞാൻ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ DYSPക്ക് കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. എനിക്ക് കണ്ടാൽ അറിയാവുന്നവരെല്ലാവരെയും ഡീറ്റെയിൽ ഞാൻ എടുത്തിട്ടുണ്ട്. ഈ വാക്കുതർക്കം ശക്തമായതോടുകൂടി യാത്ര തുടരാൻ ശ്രമിച്ച വാഹനത്തിന്റെ പിൻ ടയറിലേക്ക് ഈ ടാക്സി ഡ്രൈവർമാർ അള്ളെറിഞ്ഞിട്ടു എന്നും ഈ ടാക്സി ഡ്രൈവർ പരാതിയിൽ ആരോപിക്കുന്നുണ്ട്. യാത്രാമധ്യേ ആ ടയർ അങ്ങനെ പൊട്ടിത്തെറിച്ചു. ഇതോടുകൂടി വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെടാനും കാരണമായി എന്നാണ് പരാതിയിൽ പറയുന്നത്. ഭയന്നുപോയ വിദേശ വനിതകൾ ഉറക്കെ നിലവിളിച്ചുവെന്നും വലിയ അപകടം തലനാരിഴയ്ക്കാണ് ഒഴിവായതെന്നും ആ വിദേശ വനിതകളും പറയും. So me and my 2 friends, we were trying to book a taxi and we contacted Sen on WhatsApp and we agreed a set price to get to Aleppo from Vakala. And as we were going to get the taxi with him and we got in the taxi, the Vakala helipad stand were not happy because they didn't want us maybe to go in the taxi with him. And so they were coming and they were harassing him and when we were trying to leave in the taxi. And then one of them put a spike in the back, a needle, in the back wheel. And we saw them do it. Here's in the video. On the right back wheel. On that back wheel. And as we were leaving, and so we had to sort that out afterwards because we couldn't drive like that. And it could have caused an accident. And my name's Flora. Dora. ഈ സംഭവത്തിൽ വിശദമായിട്ടുള്ള അന്വേഷണം ആവശ്യപ്പെട്ട് ഈ ഡ്രൈവർ വർക്കല DYSPക്ക് പരാതി നൽകിയിട്ടുണ്ട്. ടൂറിസം മേഖലയെ ബാധിക്കുന്ന തരത്തിലുള്ള ഇത്തരം സംഭവങ്ങൾ, ഇത്തരം മോശം കാര്യങ്ങൾക്കെതിരെ കർശന നടപടി വേണമെന്നുള്ള ആവശ്യമാണ് ഉയരുന്നത്. എന്നാലും വർക്കല പോലുള്ള മനോഹരമായ സ്ഥലത്ത് മനോഹരമായി ആതിഥ്യമര്യാദ കാണിക്കേണ്ട ഇടത്താണ് ഇത്തരം അനാവശ്യ സംഭവങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഖേദകരം. അവരുടെ സമയം പൂർണ്ണമാവുകയാണ്. വീണ്ടും നാളെ 20-ാം മണിക്കൂറിൽ. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.